ടി.എൻ. പ്രതാപൻ തട്ടിപ്പിന്റെ ആൾരൂപമെന്ന് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന അഡ്വക്കേറ്റ് എം.എസ്. അനിൽകുമാർ. പാവർട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അനിൽകുമാർ പ്രതാപനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. റംസാൻ നോമ്പെടുക്കുന്നത് മുതൽ അറിയാത്ത മനുഷ്യരെ ചെന്ന് കെട്ടിപ്പിടിച്ച് ശാരീരികാക്രമണം നടത്തുന്നത് പോലെയുള്ള അപഹാസ്യ നാടകമാടുന്ന ടി.എൻ. പ്രതാപൻ തട്ടിപ്പിന്റെ ആൾരൂപമാണെന്ന് ഡി.സി.സി മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് എം.എസ്. അനിൽകുമാർ പറഞ്ഞു. എന്താണ് ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഉമ്മവയ്ക്കല്, പുറത്തൊന്ന് അടിക്കല്? അപ്പൊ ഞങ്ങളൊക്കെ ഇതിൽ ബലിയാടായ ആളുകളാണ്. കുറെ ചെറുപ്പക്കാർ തൃശ്ശൂർ ജില്ലയിൽ ദേഹം അവസാനിപ്പിച്ച ചെറുപ്പക്കാരുടെ പട്ടിക നോക്കി കഴിഞ്ഞാൽ കെ.ബി. രവീന്ദ്രനാണ്, CPM-ലാണ്. SFI നേതാവായിരുന്ന കൊച്ചനിയൻ വധക്കേസിൽ തന്നെ ഒന്നാം പ്രതിയാക്കിയത് കോൺഗ്രസിലെ ചിലരുടെ താൽപര്യപ്രകാരമാണെന്നും പിന്നീട് ഹൈക്കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയപ്പോൾ സന്തോഷിക്കുന്നതിനു പകരം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് കോൺഗ്രസ് നേതാക്കളിൽ പലരുമാണെന്നും അതിൽ നിന്ന് അവരുടെ മനോഭാവം വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. 92-ല് നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, കൊച്ചനിയൻ കൊലക്കേസ് എന്ന് പറയുന്ന പ്രമാദമായ കൊലക്കേസിൽ ഞാൻ ഒന്നാം പ്രതിയായിരുന്നു. എനിക്ക് ആ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല. രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഞാൻ പ്രതികരിക്കപ്പെട്ടാണ്. 1995-ൽ എന്നെ ജീവപര്യന്തം കഠിന തടവിൽ ശിക്ഷിക്കുകയും 97 വരെ ഞാൻ കണ്ണൂർ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുകയും ചെയ്തു. 2001-ലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടേറിയറ്റ് ഞാൻ തിരിച്ചു വരുവാണ്. അത് കെ കരുണാകരനും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. അതിനുശേഷം കുറേ നാളുകളായിട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴായാലും എന്ത് തരത്തിലാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പ്രതാപം മാറുകയും അതിനുശേഷം ആൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ആളുകളെയും അവസാനിപ്പിക്കുകയും ആളുടെ ഒരു തൽപര കക്ഷികൾ മാത്രം കുത്തി നിറയ്ക്കുന്ന ഒരു രീതിയായിട്ട് പറ്റില്ല. തനിക്കെതിരെ നിൽക്കുന്നവരെ അവസാനിപ്പിക്കുന്നതാണ് പ്രതാപന്റെ രാഷ്ട്രീയം. കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് പ്രതാപൻ. പിന്നീട് MP ആയി. എന്നിട്ടും ഗുണമില്ലെന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ പ്രതാപൻ എത്തിയിരിക്കുന്നത്. മന്ത്രിയാകുമെന്ന ദിവാസ്വപ്നത്തിൽ വകുപ്പും PA-മാരെ വരെ പ്രതാപൻ തീരുമാനിച്ചു കഴിഞ്ഞതായും M.S. അനിൽകുമാർ പറഞ്ഞു. ചതിയൻ എന്ന പേര് കൂടുതൽ ചേരുന്നതും പ്രതാപനാണ്. പ്രതാപന്റെ മകളെ MS-ന് പഠിക്കാൻ പണം തന്ന് സഹായിച്ചത് യൂസഫലിയാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രതാപൻ അഴിമതിക്കാരൻ കൂടിയാണെന്നും യഥാർത്ഥത്തിൽ യൂസഫലിയേക്കാൾ സമ്പന്നൻ ഇന്ന് പ്രതാപനാണെന്നും അനിൽകുമാർ പറഞ്ഞു. ബി.ജെ.പി. പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പട്ടിയാമ്പുള്ളിയും അനിൽകുമാറിനൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.